നമസ്കാരം. എല്ലാ CCTV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ. ഇന്ന് ഈ വിഷുദിനത്തിൽ നമ്മളോടൊപ്പം ഒരു അതിഥി എത്തുന്നുണ്ട്. സിനിമാ മേഖലയിൽ മെല്ലെ മെല്ലെ സജീവമായിക്കൊണ്ടിരിക്കുന്ന, അതേസമയം തന്നെ അഭിനയരംഗത്ത് 55 വർഷത്തോളം പാരമ്പര്യമുള്ള ഒരു കലാകാരനാണ്. നമുക്ക് പരിചയപ്പെടാം, വിശേഷങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ നമസ്കാരം, ഹാപ്പി വിഷു. നമസ്കാരം. ഞാൻ ചേട്ടൻ്റെ പേര് ആദ്യമേ തന്നെ പറഞ്ഞിട്ടില്ല, അപ്പോൾ നമുക്ക് പേര് പറഞ്ഞു തുടങ്ങാം. മീനരാജ് എന്ന കലാകാരനാണ് അല്ലേ? പ്രത്യേകിച്ച് മീനരാജ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും ഞാൻ തന്നെ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇനി നമുക്ക് തെറ്റിയതാണോ, കാരണം ഒരു സ്ത്രീയുടെ പേരാണോ എന്ന് പലപ്പോഴും അങ്ങനെ കേൾക്കാറുണ്ടോ അത്തരത്തിലൊരു സംശയം? അല്ല, ഈ കൺഫ്യൂഷൻ പിന്നെ മോൾക്ക് മാത്രമല്ല, പൊതുവേ എന്നെ പരിചയപ്പെടുമ്പോൾ എവിടെ ചെന്ന് ഞാൻ എൻ്റെ പേര് പറഞ്ഞാൽ രണ്ടാമത് ചോദിക്കും, രണ്ടാമത് പറയേണ്ടി വരാറുണ്ട് എപ്പോഴും. അതെന്ന് വെച്ചാൽ ആ പേരിനൊരു കഥയുണ്ട് അല്ലേ? അത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ കഥ മീനത്തിൽ ജനിച്ച രാജകുമാരൻ, അങ്ങനെയാണോ? മീനത്തിൻ്റെ രാജാവ്. മീനം ചൂടുകൂടിയ മാസമാണ്. അതായത് എൻ്റെ അമ്മ ഒരു പഴയ 10ാം ക്ലാസ്സുകാരിയാണ്. 98ാമത്തെ വയസ്സിൽ കഴിഞ്ഞ 2 വർഷം മുമ്പാണ് മരിച്ചത്. അപ്പോൾ പഴയ ഈ ഹൈസ്കൂൾ വരെയാണ്. അപ്പോൾ അമ്മയാണ് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും വീട്ടിൽ കുട്ടികൾക്കൊക്കെ പേരിടും. എൻ്റെ അമ്മ ഇച്ചിരി ലേറ്റായി വിവാഹം കഴിച്ച ആളാണ്. 38ാമത്തെ വയസ്സിലാണ് അമ്മ വിവാഹം കഴിച്ചത്. 39ാമത്തെ വയസ്സിലാണ് ഞാൻ ജനിക്കുന്നത്. അപ്പോൾ ജനിച്ചപ്പോൾ തന്നെ ആൺകുട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അമ്മ മനസ്സിൽ ഉറപ്പിച്ചൊരു കാര്യമാണ്, എൻ്റെ മകന് ഞാനിടുന്ന പേര് മിനിമം കേരളത്തിലെങ്കിലും ഒരൊറ്റ പുരുഷന്മാർക്കും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ആ ഒരു എന്താ പറയുക, അതിനൊരാഗ്രഹം. അപ്പം ഞാൻ ജനിച്ചത് മീനമാസത്തിൽ. അങ്ങനെ അമ്മ ഇട്ട പേരാണ് മീനരാജ്. പക്ഷേ അതിൻ്റെ പേര് തമാശ എന്ന് പറഞ്ഞാൽ മീനരാജ് എന്ന് പറയുമ്പോൾ മീനമാസത്തിൽ ജനിച്ചുകൊണ്ട് മീനത്തിൻ്റെ രാജൻ, അതും ചൂടുകൂടിയ എൻ്റെ മകനൊരു തീപ്പൊരി പോലെ ഇരിക്കണം എന്ന് നമുക്കൊരാഗ്രഹമുണ്ട്. ആണ് അല്ല, അപ്പോൾ അതൊക്കെ അമ്മയിൽ നിന്ന് കിട്ടിയാണ് ആ പിൻബലമൊക്കെ. അപ്പോൾ പക്ഷേ പിൽക്കാലത്ത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ, എൻ്റെ പേര് മീനരാജ, ആളുകൾ കുട്ടികളും കൂട്ടുകാരൊക്കെ വിളിച്ച് മീനാരാജാക്കി, ദീർഘം കൂടി. പക്ഷേ ഈ ദീർഘം വരുത്തിയപ്പോൾ എന്താ പറ്റിയത്, മൊത്തം അർത്ഥം മാറി അല്ലേ? മീനാരാജ് എല്ലാവരും ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ പെൺകുട്ടിയുടെ പേരാണെന്ന്, ഇപ്പം എന്നെ കാണാതെ എൻ്റെ പേര് കേൾക്കുമ്പോൾ പെൺകുട്ടിയുടെ പേരാണെന്ന്. ഒരു തമാശ പറഞ്ഞാൽ എൻ്റെ മെസ്സഞ്ചറിൽ ഈ ഒറ്റ പേര് കൊണ്ട് മാത്രം പ്രണയാഭ്യർത്ഥനകൾ കൊണ്ടിരിക്കുന്നു. നമുക്കൊരു വികൃതി, ഒരു കുസൃതി തോന്നുന്നു. അത് നമുക്കല്ല മണ്ട, ഞാനിങ്ങനെ 60-70 വയസ്സുള്ള ഒരാളാണ് എന്ന് പറയുന്ന ഒരു കൗതുകം. അപ്പോൾ അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ പേര്. ഇപ്പം എന്ന് വെച്ചാൽ മീനാരാജ് എന്നുള്ള പേര്, മീന എന്ന് വിളിക്കുന്ന ആളുണ്ട്, മീനു എന്ന് വിളിക്കുന്ന ആളുണ്ട്, സ്നേഹം കൊണ്ട്. അപ്പോൾ വിളിച്ച് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ മീന എന്ന് വിളിക്കും. ബാക്കിയെല്ലാം ശരിക്കും മീനരാജാണ്. ഇപ്പോൾ ഒരുപാട് സിനിമകളിൽ അങ്ങനെ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ? അപ്പോൾ നാടകമാണ് ചേട്ടൻ്റെ മെയിൻ ആയിരുന്നു അല്ലേ? ഒരു 55 വർഷത്തോളം നാടകത്തിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. അല്ല, നാടകം മെയിനെന്നല്ല, നാടകം അല്ലാതൊരു ജീവിതമില്ല, മനസ്സിലായോ? നാടകത്തിനാണ് ജീവിതത്തിൽ തന്നെ 1ാം സ്ഥാനം. അത് ശരിക്കും പറഞ്ഞാൽ അതിലും ഒരു കാര്യമുണ്ട്. ഞാൻ ഒരു നാടകക്കാരനാകണം, എൻ്റെ മകൻ ഒരു കലാകാരനാകണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും തീരുമാനിച്ചത് എൻ്റെ അമ്മയാണ്. അതായത് ഇത് പറയുമ്പോഴേ ഞാൻ പ്രത്യേകം പറഞ്ഞ് ശ്രദ്ധിച്ചല്ലോ, കലാകാരനാകണം, നാടകക്കാരനാകണമെന്നല്ല, കലാകാരനാകണം. അപ്പോൾ എന്താണ് കലാകാരൻ? ഒരാൾ പാടുന്നു എന്നുള്ളത് കൊണ്ട് അയാൾ പാട്ടുകാരൻ മാത്രമാണ്. ഒരാൾ അഭിനയിക്കുന്നു എന്നുള്ളത് കൊണ്ട് അയാൾ അഭിനേതാവ് മാത്രമാണ്. ഒരാൾ ചിത്രം വരയ്ക്കുന്നു എന്നുള്ളത് കൊണ്ട് അയാൾ ചിത്രകാരൻ മാത്രമാണ്, പക്ഷേ കലാകാരനല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും, എന്താണ് കലാകാരൻ അല്ലേ? അതെന്ന് വെച്ചാൽ ഇതൊക്കെ അമ്മ പറഞ്ഞതെന്നാണ് കേട്ടോ. എനിക്ക് രാവണൻ നല്ല പാട്ടുകാരനായിരുന്നു. വെറും പാട്ടുകാരനല്ല, 3 ലോകങ്ങളെയും കീഴടക്കിയ പാട്ടുകാരനാണ് രാവണൻ. രാവണൻ്റെ പാട്ട് കേട്ട് ഹൈന്ദവ ദൈവം സാക്ഷാൽ പരമശിവന് കൈലാസത്തിൽ നിന്നും ഇറങ്ങി വന്നിട്ട് രാവണനോട് ചോദിക്കേണ്ടി വന്നു, എന്താ നിനക്ക് ഞാൻ തരേണ്ടത്? അത്ര ശക്തിയുള്ള പാട്ടുകാരനാണ്. പക്ഷേ രാമായണം എഴുതിയ വാത്മീകി രാമായണത്തിൽ ഒരു സ്ഥലത്തും രാവണനെ കലാകാരനായി രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം കലാകാരൻ നല്ല മനുഷ്യൻ കൂടിയാകണം. രാവണനെ കലാകാരൻ എന്നുള്ള നിലക്ക് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ട്
അപ്പോൾ ഞാൻ കലാകാരനാകണം എന്നെൻ്റെ അമ്മ ആഗ്രഹിച്ചതിൻ്റെ ആത്യന്തിക പൊരുളെന്താണെന്ന് വെച്ചാൽ ഞാൻ നല്ല മനുഷ്യനാകണം എന്നാണ്. അപ്പോൾ കല നല്ല മനുഷ്യനെ ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണെന്ന് അമ്മ എന്ന് വിശ്വസിച്ചു. അത് തന്നെ അമ്മയാണ് എന്നെ നാടകത്തിലേക്കൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ ആത്യന്തിക അർത്ഥം നമ്മുടെ ലക്ഷ്യം ഞാൻ നല്ല മനുഷ്യനാകണം എന്നാണ്. നല്ല മനുഷ്യനായോ ഇല്ലയോ എന്നുള്ളത് വളരെ കൃത്യത. എന്നാലും ഞാനൊരു വെറുക്കപ്പെട്ടവനല്ല. പൊതുവെ എവിടെ ചെന്നാലും എൻ്റെ നാട്ടിലാണെങ്കിലും എൻ്റെ അയൽവക്കത്ത് മാത്രമല്ല എൻ്റെ എല്ലായിടത്തും. ഇപ്പോൾ ഇവിടെ തൃശ്ശൂർ ഞാൻ വന്നു, ഇവിടെയും എല്ലാവരും എനിക്ക് സ്നേഹം തരുന്നത് എന്തോ ഞാൻ പെരുമാറുന്നതിലൊക്കെ എവിടെയൊക്കെയോ എന്തൊക്കെ ആയിരിക്കും എന്ന് ഞാനും വിശ്വസിക്കും. ഞാനൊരു മോശം മനുഷ്യനാണെന്നുള്ള യാതൊരു തോന്നലും എനിക്ക് ഇല്ല. ഇപ്പോൾ അഭിനയിച്ചൊരു സിനിമ ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതെ 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 അതെ, ഒരു കുഞ്ഞു സിനിമ പരിവാർ എന്നുള്ള സിനിമ. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു റെസ്പോൺസ് ഒക്കെ? ശരിക്കും പറഞ്ഞാൽ പരിവാർ എന്നൊരു സിനിമയിലേക്ക് ഞാൻ അവസാന നിമിഷം ചെന്ന് കേട്ടതാണ്. അത് തന്നെ അതിലേക്ക് കൊണ്ടുവരുന്നത് ജഗദീഷ് സാറാണ്. അദ്ദേഹം ഞാനുമായി ഫാലിൻ എന്നൊരു സിനിമയിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചുള്ള അടുപ്പം, ഞാനെന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിനെ, ഞാനെന്ന് പറഞ്ഞ മനുഷ്യനെ ഒക്കെ അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് പരിവാറിലേക്ക് എൻ്റെ പേര്. അതൊരു സിനിമ കണ്ടാൽ മനസ്സിലാവും, മുഴുനീള കഥാപാത്രമാണ്. ഫാലിനിലെ കഥാപാത്രത്തെക്കാളും സമയദൈർഘ്യമുണ്ട്, സ്പേസ് കൂടുതലാണ്. അപ്പോൾ ഈ വേഷം ചെയ്യാൻ ഇങ്ങനെ മീനരാജ് സാറിന് വിളിക്കൂ എന്ന് അദ്ദേഹമാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെയാണ് അതിൽ ചെന്ന് കേട്ടത്. അപ്പോൾ ഫാലിനിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ റോളുമാണ്. അപ്പോൾ അത് അവിടുത്തെ മൊത്തം അനുഭവം. 2 പുതിയ കുട്ടികളാണ്, ചെറിയ കുട്ടികളെന്ന് വെച്ചാൽ 25-26 വയസ്സൊക്കെ ഉണ്ടാവണം തോന്നണം അതിൽ പൊക്കം കൊണ്ട്. 2 ഫഹദും വേറെ പയ്യൻ കൂടിയുള്ള പേര് ഞാൻ എൻ്റെ മാവിൽ ഇപ്പോൾ വരുന്നത് ഉത്സവ്. അവർ 2 കൂടി ചെയ്ത പടം മിടുക്കന്മാരാണ്. അവരുടെ ഇതൊക്കെ കൊള്ളാം. ഫാലിമി ചെയ്തു, രേഖാചിത്രം ചെയ്തു, ഇപ്പോൾ പരിവാർ ചെയ്തു. ഏകദേശം എത്ര സിനിമകൾ ചെയ്തിട്ടുണ്ടായിരിക്കും ഇപ്പോൾ? ഒരു സിനിമ ഫാലിമിക്ക് ശേഷം ഇപ്പം എൻ്റെ 4 പടങ്ങൾ പുറത്തു. മലയാള സിനിമയ്ക്ക് പുതിയൊരു മുത്തച്ഛനെ കൂടി കിട്ടുകയാണ്. മുത്തച്ഛനല്ല, പുതിയ യുവത്വം അങ്ങനെ പറയാനാണ് ഇഷ്ടം. കാരണം മനസ്സിന് പ്രായമില്ല എന്നല്ലേ പറയുക അല്ലേ? അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം മാത്രമല്ല, ഈ പുതിയ കുട്ടികളാണ് സിനിമ എടുക്കുന്നത് എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ എങ്ങനെയായിരുന്നു അവരുടെ ഒരു പെരുമാറ്റ രീതി, അല്ലെങ്കിൽ ഒരു പ്രായമായിട്ടുള്ള ആളൊരു സിനിമയിൽ വരുമ്പോൾ നാടകത്തിൽ നിന്നുള്ള ഒരു നേരത്തെ പറഞ്ഞു യുവാവാണെന്ന്, ഞാൻ അങ്ങനെ തന്നെ അഭിസംബോധന ചെയ്യാല്ലേ. അപ്പോൾ എങ്ങനെയായിരുന്നു അവരുടെ ആ ഒരു പെരുമാറ്റം, അല്ലെങ്കിൽ അങ്ങനെ? അല്ല, എനിക്ക് അനുഭവപ്പെട്ടത് ഞാനിപ്പോൾ ബന്ധപ്പെട്ട എല്ലാ ഡയറക്ടേഴ്സും സ്നേഹവും ബഹുമാനവും ഒക്കെ നൽകി ആണ് അവരെന്നെ സ്വീകരിക്കുന്നത്, എന്നോട് ഇടപഴകുന്നത്. കാരണം ഒന്നുകിൽ എൻ്റെ പ്രായം മാനിച്ചുകൊണ്ടാകാം, അതല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൻ്റെ സവിശേഷതയാകും. എന്നോട് മാത്രമല്ല, അവരിപ്പോൾ സെറ്റിലൊക്കെ എല്ലാവരും നല്ല മാന്യമായിട്ടും ബഹുമാനത്തോടെയൊക്കെ ആണ് തരുന്നത്. അപ്പോൾ എന്നോടും ഇതുകൊണ്ട് പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു യൂണിറ്റ് ചെയ്യുമ്പോഴേ മോനെ ഞാൻ ഇന്നത് കൂടെ കലർത്തിക്കോട്ടെ, അയാളെ ഇന്നത് കൂടെ കൂട്ടിച്ചേർത്ത് പറയട്ടെ എന്ന് പറയുമ്പോൾ അത് അവർക്ക് സ്വീകരിക്കാവുന്ന ശരി അപ്പൂപ്പ എന്നെ അപ്പൂപ്പ എന്നാണ് കൂടുതൽ വിളിക്കുന്നത്. ഈ ഫാലിനി എന്ന് പറഞ്ഞതോട് ചെല്ലുന്നതൊക്കെ അപ്പൂപ്പൻ ഇഷ്ടമൊന്നല്ല അല്ലേ? അങ്ങനെയുണ്ടോ? ഇല്ല, എനിക്ക് സത്യം പറഞ്ഞില്ല, എനിക്ക് 2 പേരെക്കൂട്ടിലുണ്ട്. എനിക്ക് അപ്പൂപ്പ എന്നുള്ള വിളി വലിയ ഇഷ്ടമാണ്. പറയാം. പിന്നെ അപ്പൂപ്പനായിട്ട് തന്നെ ഇങ്ങനെ വീട്ടിലെടുത്താന്ന് കരുതണ്ട, ഞാൻ ആ ഫാലിമിലെ കഥാപാത്രത്തെ പോലെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ എപ്പോഴും പറയാറുണ്ട്, നാടകത്തിൽ നിന്നും ഒരുപാട് വ്യത്യാസമാണ് സിനിമ എന്ന്. 55 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാലാവധിയാണ്. അതിൽ നിന്ന് സിനിമയിലേക്ക് പോകുമ്പോൾ എന്ത് വ്യത്യാസമാണ് ചേട്ടന് തോന്നിയത്? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം പറയട്ടെ, നാടകത്തിലായാലും സിനിമയിലായാലും ബിഹേവിങ് ആണ് ആക്ടിങ്, അല്ലാണ്ട് പഴയ അമിതാഭിനയം ഇല്ല. പിന്നെ ഞാൻ കൂടുതൽ നിന്നത് ജനകീയ വീട്ടുമുറ്റ നാടകങ്ങളിലാണ്. ഇപ്പം ഇന്നലെ സന്ധ്യയ്ക്ക് വരെ നമ്മുടെ ജോസിൻ്റെ വീട്ടിലിവിടെ ചേലൂർ, അപ്പോൾ ജോസിൻ്റെ വീട്ടുമുറ്റത്ത് 100-200ഓളം വരുന്ന ആളുകളുടെ മുമ്പാകെ തൊട്ടടുത്താണ്. കാരണം ഈ പ്രേക്ഷകൻ നമ്മളോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുക. ആ പ്രേക്ഷകൻ ചേർന്ന് നിൽക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അഭിനയിച്ചാൽ അവർക്ക് മനസ്സിലായി ഇത് അഭിനയമാണ്. മറിച്ച് നമ്മൾ ജീവിക്കണമായിട്ട് നമ്മൾ ബിഹേവ് ചെയ്യണം. ബിഹേവ് ചെയ്താലേ. അപ്പോൾ എനിക്കൊരു തോന്നുന്നു അത്തരം വേദികളാണ് കൂടുതൽ കളിച്ചത്. അതുകൊണ്ട് എനിക്കങ്ങനെ അഭിനയം എന്ന് പറഞ്ഞൊരു സാധനം ഫീൽ ചെയ്തില്ല. ജീവിക്കാൻ ഞാനിപ്പോൾ ക്യാരക്ടറാകാൻ കഴിഞ്ഞാൽ അതാ. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് ചേഷ്ടകളെ വരുള്ളൂ. അത് തന്നെ സിനിമയ്ക്കും വേണ്ടതാണല്ലോ.
അപ്പോൾ സിനിമയിൽ വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വ്യത്യാസമോ അങ്ങനെ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഒരു കാലത്ത് നാടകങ്ങൾ എന്ന് പറയുമ്പോൾ അത് കാണാനായിട്ട് ഒരുപാട് പ്രേക്ഷകരുണ്ടായിരുന്നു. അതിനിടയിൽ കുറച്ച് സമയം നാടകത്തിൻ്റെ ഒരു പ്രേക്ഷക ശ്രദ്ധ കുറഞ്ഞു. ഇപ്പോൾ വീണ്ടും എനിക്ക് തോന്നുന്നു യുവതലമുറകളടക്കം നാടകങ്ങളിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ല. ഇപ്പോൾ നമ്മളെപ്പോഴും പറയാനുണ്ട്, ഇപ്പോൾ കൂടുതൽ ലഹരി വിപത്തിനെതിരെയൊക്കെ ഒരു പോരാട്ടം നടക്കുമ്പോൾ കലകളിലേക്ക് കുട്ടികളെ തിരിച്ചുവിടുക എന്നുള്ള ഒരു വാചകമാണ് അതിൻ്റെ ഒരു ക്യാപ്ഷനായിട്ട് പോലും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വീട്ടുമുറ്റത്തെ നാടകങ്ങൾ അത് എങ്ങനെയാണ് പുതുതലമുറയെ സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ അവരിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാം? അല്ല, അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, ഞാനിപ്പോൾ പുതുതായിട്ട് പെട്ടിരിക്കുന്നതാണ് സിനിമാ രംഗം. പക്ഷെ തിയേറ്ററുകളിൽ പലപ്പോഴും ചെല്ലുമ്പോൾ തിയേറ്ററിൽ ആളുകൾ കുറവാണ്. ചില വൻ ബഡ്ജറ്റ് ചിത്രങ്ങളിലൊക്കെ വന്ന് ഇങ്ങനെ ആൾ ഇടിച്ചു കയറ്റുന്നുണ്ടെങ്കിലും എല്ലാ ചിത്രങ്ങൾക്കൊന്നും ആളുകൾ ഇല്ല. 6 പേര് വെച്ച് 15 പേരൊക്കെ വെച്ചു. പക്ഷേ കഴിഞ്ഞ കുറേ ഒരു 10 വർഷം അല്ല വേണ്ട ഒരു 5 വർഷത്തെ എടുക്കുക, 5 വർഷത്തെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ നാടകത്തിന് അങ്ങനെ ആൾ കുറവില്ല. ഇപ്പം ഇന്നലെ നമ്മൾ പറഞ്ഞില്ല, ഈ വീട്ടുമുറ്റത്ത് നാടകം കളിക്കുമ്പോൾ ഒരു 100 പേര് വന്നേക്കുമെന്നാണ് സംഘാടകനായ ജോസിൻ്റെ ഒരു ആലോചന. അതുകൊണ്ട് 100 കസേര എടുത്തു. പക്ഷേ ആളുകൾ വന്നിറങ്ങിയപ്പോൾ വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ കസേരകളും പെറും, എന്നിട്ട് നിൽക്കുന്നില്ല. 120-120ഓളം കസേരകൾ ഇട്ടിട്ട് അത് നിറഞ്ഞു. ഒരു 50 പേരെങ്കിലും നാടകം നിന്ന് കാണുക, ഒരു 1.5 മണിക്കൂറൊക്കെ ഒരു കലാരൂപം നിന്ന് കാണുക എന്ന് പറഞ്ഞാൽ നടക്കില്ല ഇല്ലേ. കുറച്ച് കഴിഞ്ഞ് നോക്കിയേക്കും പോരും. പക്ഷേ നാടകങ്ങൾ അതായത് പഴയ നാടകങ്ങളുടെ അതിഭാവുകത്വം നിറഞ്ഞ കഥകളൊക്കെ മാറി തൻ്റെ ജീവിതത്തോട് തൊട്ട് നിൽക്കുന്നതാണ് എന്ന പ്രേക്ഷകന് ബോധ്യപ്പെട്ടാൽ അവൻ നാടകത്തിൽ നിൽക്കുകയാണ്. എന്നാലും ഞങ്ങളത് അനുഭവിക്കുകയും ചെയ്യും. നാടകം കഴിഞ്ഞു, സംഘാടകരായവരുണ്ട്, നാടകം കഴിഞ്ഞു, അപ്പോൾ നമുക്ക് പിരിയാലേ എന്ന് ചോദിച്ചിട്ടും പിന്നെയും 1/2 മണിക്കൂറോളം 1-2 പേരല്ല, കുറച്ചധികം പേര് അവിടെ ഇരിക്കുകയാണ്. മനസ്സിലായി? അപ്പോൾ നാടകം ജനങ്ങളെ സ്വാധീനിക്കുന്ന കല തന്നെയാണ്. അപ്പോൾ അത് ഇപ്പോഴും അത് സജീവമുണ്ട്. ഇനിയും കാരണം നാടകം ലോകമുള്ളിടത്തോളം കാലം നിൽക്കും. പക്ഷെ നമ്മൾ പറയപ്പെടുന്ന രൂപഭാവങ്ങളിലായിരിക്കില്ല മാറിക്കൊണ്ടിരിക്കുക, കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുക. എങ്ങനെയായിരുന്നു പഴയ കാലത്തൊരു നാടകാവതരണം? ഒരു സൈക്കിളിൽ പോയി നാടകം അവതരിപ്പിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയായിരുന്നു ആ കാലഘട്ടമൊക്കെ? അല്ല, സൈക്കിളിൽ പോയി നാടകം അവതരിപ്പിക്കുക വെച്ചാൽ 2004. അപ്പോൾ ഇപ്പോൾ 21 വർഷം ഇല്ല. അപ്പോൾ അതിനു മുമ്പെന്ന് വെച്ചാൽ നാടകങ്ങൾ പൊതുവെ വ്യവസായവൽക്കരിക്കപ്പെട്ടപ്പോൾ അതിൽ അമിത ദുർമേധസ്സുകൾ വന്നു. നാടകം നമ്മുടേതല്ലാത്ത കഥകളായി, വല്ല ആളുകളുടെ കഥകൾ എന്നൊക്കെ പറഞ്ഞാൽ ആളിലേക്ക് അകന്നുപോയി നാടകങ്ങളിങ്ങനെ കുറഞ്ഞു. ആദ്യകാലത്ത് സമൂഹത്തിൻ്റെ മാറ്റത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത നാടകം എന്ന് പറയുന്ന കലാരൂപം ആളുകൾ അകന്നുപോയ കഥകൾ വന്നപ്പോൾ ആളുകളും അകന്നു. അപ്പോൾ നാടകം അങ്ങനെ അകറ്റപ്പെടുത്തി നിർത്തേണ്ട കലയല്ല എന്ന് ഒരു സ്വയം തിരിച്ചറിവിൽ ഞാനും എൻ്റെ സുഹൃത്ത് PM ആൻ്റണിയൊക്കെ കൂടി സൈക്കിളിൽ നാടകം കളിക്കാനിറങ്ങാം. അതിനൊരു പ്രത്യേകത കൂടിയാണ്. ഞങ്ങൾ കളിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ കാണാൻ വരുന്നില്ല എങ്കിൽ നിങ്ങൾ നിൽക്കുന്നിടത്ത് വന്ന് ഞങ്ങൾ നാടകം കളിക്കും. അതാണ് സൈക്കിളിൽ സഞ്ചരിച്ച് ഇല്ലേ. അത് നിങ്ങളുടെ അടുക്കള മുറ്റത്ത് വരെ ഞങ്ങൾ നാടകം കളിക്കും. അപ്പം നിങ്ങൾക്ക് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. നാടകകല അങ്ങോട്ട് പോകും. അങ്ങനെ നിങ്ങൾ ഞങ്ങളെ തേടി വന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ എത്തും. ഞങ്ങൾ ആ തിയേറ്ററിന് പേരും കൊണ്ട് തിയേറ്റേഴ്സ് ഓഫ് ഗറില്ല തിയേറ്റർ. അതുകൊണ്ട് അതിൻ്റെ ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുക, എപ്പോഴും നിങ്ങളുടെ മുമ്പാകെ ഏതെങ്കിലും വിഷയവുമായി ഒരു നാടകക്കാരൻ ചാടി വീണേക്കാം. മനസ്സിലായി? അങ്ങനെ ഒരു തിയേറ്റർ സങ്കല്പത്തിൽ 2004 ആ ഒരൊറ്റ യാത്രയിൽ 1117 സ്ഥലത്ത് നാടകം കളിച്ചു. വലിയൊരു നമ്പറാണ് അല്ലേ? വലിയൊരു നമ്പറാണ്. ഇപ്പം ഈ വീട്ടുമുറ്റത്തെ നാടകങ്ങൾക്ക് കുറച്ചും കൂടിയും പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീട്ടുമുറ്റത്തേക്ക് പോലും ആളുകൾ നാടകങ്ങളെ സ്നേഹിച്ച് എത്തിത്തുടങ്ങി. മാത്രമല്ല കലാകാരന്മാരെ കൂടുതൽ അംഗീകരിക്കാനും ഒക്കെ തുടങ്ങുന്ന ഒരു കാലഘട്ടം. അതൊരു പുതിയ പ്രതീക്ഷ നൽകുന്നതാണോ? ശരിക്കും പറഞ്ഞാൽ വീട്ടുമുറ്റ നാടകങ്ങളുടെ പ്രസക്തി, അല്ലെങ്കിൽ വീട്ടുമുറ്റ നാടകങ്ങളിലേക്ക് കാഴ്ചക്കാരെത്തുന്നു എന്നുള്ളതിൻ്റെ പ്രാധാന്യം ഇപ്പം ഇന്നലെ കൂടി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്. ജോസൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഞമനങ്ങാട് തിയേറ്റർ വില്ലേജിൻ്റെ പ്രദീപ് നാരായണൻ രചനയും സംവിധാനവും നിർവഹിച്ച ശങ്കരേട്ടൻ്റെ വെളിപാടുകൾ എന്ന നാടകം. ഞാൻ മുഖ്യ കഥാപാത്രമാണ്. എല്ലാവർക്കും തുല്യ പ്രാധാന്യമുണ്ട്. മുഖ്യ കഥാപാത്രം എല്ലാവർക്കും തുല്യ പ്രാധാന്യം. അത് അവതരിപ്പിക്കുമ്പോൾ
ഞാൻ അറിഞ്ഞത് ജോസ് ക്ഷണിച്ചതിനേക്കാൾ അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞതിനേക്കാൾ കൂടുതൽ ആളുകൾ നാടകം കേട്ടറിഞ്ഞ് വരിക. അതിലൊരു കൗതുകം എന്താണെന്ന് വെച്ചാൽ പലർക്കും ഈ അല്ല വീടും മുറ്റവും അവിടുത്തെ മരച്ചോടും ഒക്കെ ആയിട്ട് ഇതെന്ത് നാടകം, ഇതെങ്ങനെ അവതരിപ്പിക്കും, ഇതെന്താണ് ഇതിൻ്റെ സാങ്കേതികത്വം, ഇത് ആളുകൾക്ക് എങ്ങനെ മനസ്സിലാവും എന്ന്, അല്ലെങ്കിൽ ആളുകൾ എങ്ങനെ സ്വീകരിക്കും എന്നുള്ള കൗതുകം കൂടിയുണ്ടാണ്. പക്ഷേ ഇന്നലെ ഞങ്ങളുടെ അനുഭവം എന്ന് പറഞ്ഞാൽ ആ നാടകം അവതരിപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാവരും അത്ഭുതമോ ഇങ്ങനെ നാടകം കളിക്കാം അല്ലേ. നാടകത്തിൻ്റെ ഈ എന്താണ് അവതരണ വേദിയുടെ പരിധി വെറും 24 അടിയിൽ നിൽക്കുന്ന സ്റ്റേജ് മാത്രമല്ല. ഇപ്പം ഇന്നലെ ഞങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഉപയോഗിച്ച വീട്, ജോസിൻ്റെ വീട്, ഞങ്ങൾ വീടിൻ്റെ അടുക്കള വരെ പോകുന്നുണ്ട്. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നാടകത്തിൻ്റെ ആ രചനയുടെയും സംവിധാനത്തിൻ്റെയും കൗശലം കൊണ്ടും നടീനടന്മാരുടെ ആർജവം കൊണ്ടും പ്രേക്ഷകൻ്റെ മനസ്സ്, ഞങ്ങൾ അടുക്കളയിലേക്ക് പോയാൽ പ്രേക്ഷകൻ്റെ മനസ്സും കണ്ണും അടുക്കളയിലെത്തുക. ഞങ്ങൾ മൈക്കെന്തോറും സാങ്കേതികത്വം പറഞ്ഞാൽ അവിടെ തൂക്കിയിട്ടുണ്ടെങ്കിൽ അതാരും ശ്രദ്ധിക്കുന്നില്ല. ഞങ്ങൾ പറയുന്ന ഞങ്ങളിങ്ങനെ സ്വകാര്യം പോലും പ്രേക്ഷകരിലെത്തുന്നുണ്ട്. അതായത് നാടകം ആദ്യത്തെ അനൗൺസ്മെൻറ്റ് മുതൽ നാടകത്തിലേക്ക് പ്രേക്ഷകൻ്റെ മനസ്സ് പിടിച്ചെടുത്തിട്ട് അവിടെ നിന്ന് ഇടംബലം തിരിയാൻ ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല. ഞങ്ങളല്ല, ആ നാടകത്തിൻ്റെ രീതി സമ്മതിച്ചിട്ടില്ല. പെട്ടുപോയി പ്രേക്ഷകർ. അതല്ലെങ്കിൽ ഈ 1.25 മണിക്കൂറോളം ആളിങ്ങനെ ഇരിക്കും. മൈക്കില്ല, ദീപ സംവിധാനമില്ല, കനത്ത സംഗീതമില്ല. മനസ്സിലായി? പ്രേക്ഷകൻ്റെ മനസ്സിൽ അവനപ്പം തോന്നുന്നൊരു സംഗീതം ഉണ്ടായേക്കാം. എപ്പോഴും നാടകങ്ങൾ അവതരിപ്പിക്കുമ്പോൾ വരുന്ന ചെലവ് അത് ഒരു വലിയ തുകയാണ്. അതെപ്പോഴും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധിയാവാറുണ്ട്. പക്ഷേ ഇതുപോലുള്ള നാടകങ്ങൾ അവതരിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഉപാധി കൂടി തുറക്കുകയല്ലേ? അല്ല, അതാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു സമരമാർഗമല്ല. ഇന്ത്യയെ പോലെ ദാരിദ്ര്യമുള്ള ഒരു രാജ്യത്ത് നമുക്കൊരാശയം, ഒരു കാര്യം പറയണമെങ്കിൽ, പ്രേക്ഷകനോട് പറയണമെങ്കിൽ ഒരുപാട് പണം ചിലവാക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. പൈസ ഇല്ലാത്തവർക്ക് നാടകം കളിക്കണ്ടേ, പൈസ ഇല്ലാത്തവർക്ക് നാടകം സംഘടിപ്പിക്കണ്ടേ. അപ്പോൾ ഇത് കൂടി ഒരു വെല്ലുവിളിയാണ് ഞങ്ങൾ നോക്കുകയാണ്. അത് അല്ലെങ്കിൽ സമാന്തര പാത ഞങ്ങൾ വെട്ടിത്തുറക്കുകയാണ്. ഇത് മതി. അപ്പോൾ നാടകത്തിന് വേണ്ടത് ആഡംബരപൂർണമായ രംഗസജ്ജീകരണമല്ല, കനത്ത വെളിച്ചം, അല്ലെങ്കിൽ അത് സംഗീതം, വെളിച്ചം, ആടയാഭരണങ്ങൾ, ഇതൊന്നുമല്ല നാടകത്തിൽ അത്യാവശ്യമായിട്ട് വേണ്ടത്. നാടകത്തിന് വേണ്ടത് ജനങ്ങളോട് പറയാൻ നാടകത്തിലൊരു കാര്യമുണ്ടായിരിക്കണം. നാടകം കളിയല്ല, കാര്യമാണ്. ആ കാര്യം കാണാതിരിക്കുന്ന പ്രേക്ഷകൻ അവൻ്റേതെന്നുകൂടി, അല്ലെങ്കിൽ അവൻ്റെ തൊട്ടടുത്ത് നടന്നത്, അല്ലെങ്കിൽ അവൻ കണ്ടത്, അല്ലെങ്കിൽ അവൻ കേട്ടത് ആയ ഒരു അനുഭവമാണെന്ന് ബോധ്യപ്പെട്ടാൽ, അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അവനണങ്ങാൻ പറ്റില്ല. അതാണ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നാടകത്തിൽ വരുന്ന ഒരുപാട് നാടകങ്ങൾ അഭിനയിക്കുന്നു. അപ്പോൾ സിനിമ എന്നുള്ളൊരു മോഹം എപ്പോഴെങ്കിലും മനസ്സിലുണ്ടായിട്ടുണ്ടോ? ഇല്ല, സിനിമ ഇല്ലാത്തതെന്ന് വെച്ചാൽ അത് ഉള്ള കാര്യം പറയുന്നത്. ഈ എൻ്റെയൊക്കെ യൗവനകാലത്ത് സുന്ദരന്മാരുടെ കാലമാണ് സിനിമ. അപ്പം നമുക്കൊന്നും അങ്ങോട്ട് ചെല്ലാനുള്ള സുന്ദരനല്ല എന്നാണോ പറയുന്നത്? അങ്ങനെയല്ല, നമ്മൾ കാണുന്നത് ഒരു പ്രേം നസീറിന്, എന്തായാലും പ്രേം നസീറിൻ്റെ സൗന്ദര്യം എനിക്കില്ല, അത് ഞാൻ ബോധ്യപ്പെടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കത് അപ്പോൾ അവരുടെ കാലം. പിന്നെ അന്ന് എണ്ണത്തിൽ കുറവാണ് സിനിമ വരുന്നത്, വളരെ കുറച്ച് പേർക്കേ അവസരമുള്ളൂ. അപ്പോൾ പിന്നെ നമ്മുടെ യൗവനകാലത്ത്, സജീവ കാലത്ത് നമുക്ക് നാടകം ഇങ്ങനെ തുടർച്ചയാവട്ടെ എത്താനുള്ള മാർഗം വലിയ പാടായിരുന്നു. ഇപ്പം എണ്ണം കൂടി, പുതിയ ആളുകളുടെ വന്നു. അതായത് പ്രഗത്ഭന്മാരെ വെച്ച് പോലും സിനിമ എല്ലാവർക്കും, എല്ലാ പ്രഗത്ഭന്മാരെ വെച്ച് ചെയ്യാനൊക്കില്ല ഇല്ലേ. അപ്പോൾ അത്യാവശ്യം വരുമ്പോൾ പുതിയ ആളുകളെ തേടും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ പുതിയ ആളുകൾ വരുന്നു. പ്രത്യേകിച്ച് നാടകത്തിൽ നിന്നുള്ള ആളുകളുടെ ഒരു കടന്നുവരവാണ് സിനിമയിലുണ്ട്. അപ്പോൾ അവസരങ്ങളുണ്ട്. അപ്പോൾ അന്ന് അവസരങ്ങളുണ്ടായാലും നമുക്ക് തേടിപ്പോയില്ല. വല്ലപ്പോഴും വീണ് കിട്ടിയ അവസരങ്ങളിലാണെങ്കിൽ നമുക്കൊഴിവില്ല, നാടകം ഉണ്ടാവും. കാരണം 1-ാം തീയതി ആലപ്പുഴ, 2-ാം തീയതി കോട്ടയം, 3-ാം തൃശ്ശൂർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നാടകം കളിക്കൽ. അപ്പോൾ പോകാനും പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സിനിമ ഒരു മോഹമൊന്നും ആയിരുന്നില്ല. പിന്നെ എല്ലാവരെ പോലും കിട്ടിയാൽ നോക്കാം, അത്രയും ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരു സിനിമയിലേക്കുള്ള ഒരു എൻട്രി? എങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരു സിനിമ? ഇതെന്താണെന്നറിയാൻ പരീക്ഷണത്തിന് വേണ്ടി ആൾക്കൂട്ടത്തിലൊക്കെ പോയിരുന്നു. നമുക്കറിയില്ലല്ലോ ഈ സിനിമ എന്താണ്. അപ്പോൾ ആ ഒരു ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് എന്ന് സ്വന്തം ഭാര്യ സിന്ദാബാദ് എന്ന് പറഞ്ഞൊരു സിനിമയാണ്. കുഞ്ഞു വേഷം പോയി ചെയ്തു. പക്ഷേ ആ കുഞ്ഞു വേഷം ചെയ്തപ്പോൾ നമുക്ക് സിനിമയുടെ താല്പര്യം ഒന്നുകൂടി പോയി. കാരണം എന്താ പറയുക, നമ്മൾ ഈ നാടകത്തിലൊക്കെ ഇങ്ങനെ നടക്കുന്നത് കൊണ്ടും ചെല്ലുന്നിടത്തൊരു കസേരയൊക്കെ ഉള്ളതുകൊണ്ട് സിനിമയിൽ നമ്മളെപ്പോലത്തെ ആളുകൾ ചെന്നാൽ ചിലപ്പോൾ ആദ്യകാലത്തൊക്കെ നമുക്ക് വേണ്ട പരിഗണന കിട്ടിയിട്ടില്ല. കിട്ടിയില്ലെങ്കിൽ അത് കുറ്റമല്ല. കാരണം പ്രമുഖന്മാരുടെ സീനുകളൊക്കെ എടുത്തു പോയിട്ട് നമ്മൾ കാത്തിരിക്കണം. അപ്പോൾ
ഒരു വിഷമം വിഷമം തോന്നുന്നില്ല. അങ്ങനെ അതുകൊണ്ട് അതൊരു കൗതുകമായിട്ട് തോന്നിയില്ല. പിന്നെ ഒരു സിനിമയിൽ ആഗ്രഹത്തോടെ ചെന്നത് മോളി ആൻഡ് റോക്സ് എന്ന് പറഞ്ഞ് രേവതിയുടെ കൂടെ ഒരു പടം. അതിലും 2-3 ഡയലോഗൊക്കെ കേട്ടി. അപ്പോൾ അത് പോകാൻ കാര്യം രേവതി ഇഷ്ടം നടിയാണ്. അപ്പോൾ അതിൽ നമ്മൾ വിളിക്കുമ്പോൾ രേവതിയോടൊരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അത് കരുതി അങ്ങനെ പോയിട്ട് ഒരു സിനിമ ചെയ്തു, മോളി ആൻഡ് റോക്സ്. നല്ല കോമ്പിനേഷൻ, ഒരു ഇത് കിട്ടി. കുറച്ചേ ഉള്ളൂ, പക്ഷെ നല്ല 4 ഡയലോഗ് പറയാനും നമ്മൾ വെറുതെ ഒന്ന് മുഖം കാണിച്ചു പോണതല്ല, അത് ചെയ്തു. പിന്നെ അതിനുശേഷം വെയിറ്റിംഗ് എന്ന് പറഞ്ഞ് ഒരു ഹിന്ദി സിനിമ ചെയ്തു. ചെറിയ പുള്ളികളൊന്നും മനസ്സിലായില്ലേ? ഇനിഞ്ഞിട്ടും കാണുന്നില്ല. അത് കോമ്പിനേഷൻ സീൻ ആരോട് കൂടിയാ? സാക്ഷാൽ നസറുദ്ദീൻ ഷായോട് കൂടി. ആ അല്ല, അതൊരു അനുഭവം. അത് ഇതുപോലൊരു അവസരം വന്നതാണ്. കാരണം ഹിന്ദി പടത്തിൽ മലയാളിയായ കഥാപാത്രം ഹിന്ദി പറയണം, മലയാളം പറയണം, ഇംഗ്ലീഷ് പറയണം. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബൈഹാർട്ട് ചെയ്ത് പറയണം, പ്രോംപ്റ്റ് കേട്ട് പറയാൻ പറ്റില്ല. അതും ഒരു പലരും വിളിച്ചിട്ട്, കാരണം നമ്മൾ സാധാരണ നമ്മുടെ സുഹൃത്തുക്കളല്ലേ ഈ ഹിന്ദി ഇംഗ്ലീഷും മലയാളമൊക്കെ ഒറ്റയടിക്ക്. അപ്പോൾ ആ കാലത്ത് ഞാനൊരു ഫോട്ടോഗ്രാഫിക് മെമ്മറിക്കാരനാണ്. അങ്ങനെ അക്കങ്ങളൊന്നും തലയിൽ ഓർമ്മ വരില്ല. ഇപ്പോൾ എൻ്റെ ഫോൺ നമ്പർ എന്താണെന്ന് ചോദിച്ചാൽ ചിലത് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഞാനൊരു 10 കൊല്ലത്തിന് മുമ്പ് വായിച്ച പുസ്തകത്തിലെ ഒരു വാചകം പോലും ഞാൻ ഓർക്കും. അത് അങ്ങനെ ഒരു സംഭവമാണ്. അപ്പം അങ്ങനെ നസറുദ്ദീൻ ഷായോടൊപ്പം ദ വെയിറ്റിംഗ് എന്നൊരു പടം ചെയ്തു. അതൊരു ഓഫ് ബിറ്റ് പടമാണ്, ബോക്സ് ഓഫീസ് പടമൊന്നുമല്ല, ഇത് അവാർഡിനൊക്കെ പോയ പടമാണ്. ആ സിനിമയിൽ നിന്നും പിന്നെ അർച്ചന 31. അർച്ചന 31ലേക്ക് എത്താനൊരു കാരണമായിട്ട് ഞാൻ കൊച്ചനേരിക്കാന്നും പറഞ്ഞ വെബ് സീരീസ് പാപ്പൻ എന്നൊരു കഥാപാത്രം ചെയ്തു. അപ്പോൾ അതിൽ ആ കഥാപാത്രത്തെ കണ്ടിട്ട് അഖിൽ എന്ന് പറഞ്ഞൊരു പുതിയ ചെറുപ്പക്കാരൻ അർച്ചന 31 എന്ന് പറഞ്ഞു സിനിമയിലേക്ക് വിട്ടു. 20 ദിവസത്തെ ഷൂട്ടുണ്ടായിരുന്നു. പടവും നല്ല രസകരമായ പടമായിരുന്നു. പിന്നെ ഈ വലിയ പടങ്ങളുടെ തള്ളിക്കയറ്റത്തിൽ ആ സമയത്ത് അത് ശ്രദ്ധിക്കപ്പെട്ടില്ല. ഇന്ദ്രൻസിൻ്റെ ഒപ്പമായിരുന്നു. അപ്പോൾ ഇന്ദ്രൻസ്, ഐശ്വര്യലക്ഷ്മി, അതൊക്കെ നല്ല രസം കഥാപാത്രമാണ്. അവിടെ നിന്നാണ് പിന്നെ സിനിമയിലേക്ക് വരുന്ന ഫാലിന. പക്ഷേ അത് കണ്ടിട്ട് വിളിച്ചതല്ല കേട്ടോ. ഫാലിനയിലെ മുത്തച്ഛൻ കഥാപാത്രം നെടുമുടി വേണു ചേട്ടന് വേണ്ടി വെച്ചിരുന്ന വേഷമാണ്. അദ്ദേഹത്തിൻ്റെ എന്തോ നിർഭാഗ്യമോ എൻ്റെ ഭാഗ്യമോ, അദ്ദേഹം അസുഖം അറിയാമല്ലോ, മരിച്ചു. അപ്പോൾ പിന്നീട് ആ റോളിലേക്ക് പരിഗണിച്ചത് ഇന്ദ്രൻസിനെയാണ്. പക്ഷേ ഇന്ദ്രൻസ് ഇപ്പോൾ തിരക്കേറിയ മലയാളത്തിലെ ഏറ്റവും ശക്തന്മാരായ നടന്മാരിലൊരാളാണ്. അപ്പോൾ 35 ദിവസത്തോളം ഈ കണ്ടിന്യൂസ് ആയ ഷൂട്ട് വേണം. അപ്പോൾ അതിന് അങ്ങനെ സമയം കൊടുക്കാനുണ്ടായിരുന്നു. അവിടെ നിന്ന് അവരുടെ തീരുമാനം പുതിയൊരാളെ കണ്ടെത്താൻ തീരുമാനിച്ചു. അങ്ങനെ വന്നു. 108 വയസ്സന്മാരെ പ്രായമുള്ള കലാകാരന്മാരെ ഒരു ഓഡീഷൻ നടത്തി. അതിൽ ആരെയോ ഒരാളെ തീരുമാനിച്ചു. പക്ഷേ രാജസ്ഥാനിലാണ് ഷൂട്ട്. രാജസ്ഥാനിൽ ഷൂട്ടായതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ കാലാവസ്ഥ ഭീകരമാണ്. പിന്നെ ഈ ഞങ്ങളുടെ പ്രായക്കാരെന്ന് പറയുമ്പോൾ എല്ലാവർക്കും റിസ്ക് എന്ന് വെച്ചാൽ ഈ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരാളെ തീരുമാനിച്ചു. അവർ നിൽക്കുമ്പോഴാണ് ഇതിലെ അസോസിയേറ്റ് ഡയറക്ടർ, സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ച ആളാണ് അനൂപ്. അപ്പം അനൂപ് അവിടെ ചെല്ലുന്നു. അപ്പോൾ അവിടുത്തെ അധ്യാപകൻ പ്രേംപ്രസാദ് കഥയൊക്കെ അനൂപ് അസോസിയേറ്റാണെന്നല്ല, സിനിമാ വിശേഷങ്ങൾ തിരക്കുന്നു. ആ തിരക്കിയ കൂട്ടത്തിൽ അപ്പൂപ്പൻ, ഈ സ്ക്രിപ്റ്റ് അവരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൂപ്പൻ ആരാ? അപ്പം അനൂപ് പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട്. പക്ഷെ എന്നാലൊരു ടെൻഷനല്ല അവർക്ക്, കാരണം പ്രായം, ഈ ഷുഗറിൻ്റെ ഒക്കെ പ്രശ്നമുണ്ട്. എൻ്റെ ഭാഗ്യമാണോ ഈ പ്രകാശിൻ്റെ നന്മയാണോ അല്ലേ, ഈ എൻ്റെ അമ്മയുടെ ആഗ്രഹമാണോ, എൻ്റെ ഗുരുക്കന്മാർ എനിക്ക് നൽകിയ അനുഗ്രഹമാണോ, എൻ്റെ ശിഷ്യന്മാർ എനിക്ക് നൽകിയ കരുത്താണോ, എൻ്റെ ഫോട്ടോ അയാൾക്ക് ആ നിമിഷം, ഞങ്ങൾ തമ്മിലൊന്നും വലിയ അടുപ്പമൊന്നുമില്ല, മനസ്സിലായി പറയാം. പ്രകാശ് ഞാനുമായിട്ട് ഞാൻ സ്ട്രീറ്റിൽ പ്ലേ ചെയ്യുന്ന അയാൾ കണ്ടിട്ടുണ്ട്. അയാൾ അത് കൊടുക്കുന്നു, എന്നെ വിളിക്കുന്നു. ഞാനപ്പോൾ ഒരു നാടകത്തിലാണ്. ഞാനപ്പോൾ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല അത് ഈ സിനിമയുടെ പ്രോജക്റ്റ് ഇത്രയും വലുതാണെന്ന് നോക്കിയാൽ നമ്മൾ വരാൻ പറ്റില്ല, ഇന്നും വരില്ല, നാളെയും വരില്ല, മറ്റന്നാളും വരില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവർ നിർബന്ധിച്ചു. ഞാൻ ചെല്ലുന്നു. ഓഡീഷൻ നടന്നില്ല. കാരണം എന്ന് പറയാം, അവർ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം സാറേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നോക്കാൻ, അഹങ്കാരം കൊണ്ടല്ല, നാടകത്തിൽ 10 മണിക്കിലൊക്കെ എത്തണം, അതുകൊണ്ട് സമയമില്ല, അത് നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ടൊന്ന് പറഞ്ഞു നോക്കാം, ഇപ്പോൾ ഞാൻ പോട്ടെ. അപ്പോൾ അങ്ങനെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്താൻ പറഞ്ഞു. അത് ഡയറക്ടറില്ല, ഈ കഥാകൃത്താണ് എന്നെ ക്യാമറാമാനോട്. ഡയറക്ടറെ വിളിച്ചു പറഞ്ഞപ്പോൾ ഡയറക്ടർ പറഞ്ഞു
അല്ലല്ല വെറുതെ വെറുതെ സെൽഫ് ഒരു ഇൻട്രഡക്ഷൻ നടത്തി പോവാം, ഇച്ചിരി കൗതുകത്തിലും രസത്തിലും പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിന് റെഡി ക്യാമറ. അപ്പോഴും എനിക്കറിയില്ല കാര്യം ഇത് കുട്ടികളുടെ ഈ ഒന്നത് പുതിയ പിള്ളേരായതുകൊണ്ട് നമുക്ക് നമ്മുടെ മക്കളെ പോലെ ഒന്നും ഒരു സ്വാതന്ത്ര്യം. നമ്മൾ അവിടെ ക്യാമറ അദ്ദേഹം പിടിക്കൂ. അങ്ങനെ ഞാൻ എൻ്റെ സെൽഫ് ഇൻട്രൊഡ്യൂസിങ് നടത്തി. എൻ്റെ പേര് മീനാലാൽ, കേൾക്കുമ്പോൾ പെണ്ണിൻ്റെ പേരാണ് അങ്ങനെയാണ് പറഞ്ഞുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പം മോളോട് നേരത്തെ പറഞ്ഞ പോലെ ഞാനിതൊക്കെ അങ്ങ് പറഞ്ഞു. അവസാനം തമാശ പറയണമെന്നില്ല, വയസ്സെത്രയാണെന്ന് ചോദിക്കരുത്, പറയില്ല, പറഞ്ഞാൽ വിശ്വസിക്കരുത്. അപ്പോൾ അവളോട് ചോദിച്ചു, വയസ്സ് പറഞ്ഞാൽ വിശ്വസിക്കില്ല, അതെന്താ കാര്യം? വിശ്വസിക്കില്ല. അല്ല അതെന്താ കാര്യം? ഞാൻ വയസ്സ് പറയട്ടെ. പറ 37 വയസ്സ്. അപ്പോൾ 37 അല്ല, ഇതാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായി? എനിക്ക് വയസ്സ് 37. അപ്പോൾ അവിടെ നിന്ന് ചോദ്യം തോന്നി, ഹലോ ഇപ്പോൾ അവസാന കാലത്താണല്ലോ സിനിമയ്ക്ക് വരുന്നത്. ഞാൻ പറഞ്ഞില്ല, വന്നാൽ ഞാൻ 35 കൊല്ലം നിന്നിട്ടേ പോകുള്ളൂ, 110 വയസ്സ് വരെ ഞാൻ സിനിമയിലുണ്ടാവും. ഇല്ലില്ല. അപ്പം അങ്ങനെ അതൊരു ഭാഗ്യം പോലെ തോന്നുന്നു. ഇപ്പോൾ ഫാലമി സിനിമയിൽ അഭിനയിക്കുമ്പോൾ അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം സാധിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ഉണ്ടായി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, സിനിമയിൽ അഭിനയിക്കുക എന്ന ഭാഗ്യമല്ല ആഗ്രഹം. നമ്മുടെ ആഗ്രഹം അല്ല ഒരു കലാകാരനാകണമെന്ന് ആഗ്രഹം. പക്ഷെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം സാധിക്കാൻ പറ്റും. അത് അഭിനയം കൊണ്ടല്ല. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, അമ്മ എന്തെങ്കിലും മരിക്കുമെന്നറിയാതെ, ഞാൻ മരിച്ചു താൻ വലിയ നമ്മുടെ ഭയങ്കര പൂജയും കർമ്മമൊന്നും വേണ്ട. എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ഗംഗയിൽ പോയി ഒന്ന് മുങ്ങിക്ക്. അത് ഈ ഒരു വിശ്വാസം ഗംഗയിൽ മുങ്ങിയല്ല പാപം. അപ്പോൾ ഒന്ന് വേറെ കർമ്മമൊന്നും വേണ്ട, മുങ്ങിക്ക്. എനിക്ക് ഫാലിന് വേണ്ടി കിട്ടിയ ഒരു ഗുണം, 18ഓളം ദിവസം ഗംഗയുടെ തീരത്ത് താമസിക്കാൻ പറ്റില്ല. 85ഓളം കൽപ്പടകൾ മുഴുവൻ എനിക്ക് സമയം കിട്ടിയപ്പോഴൊക്കെ നടക്കാൻ പറ്റി ഇല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം സാധിക്കാൻ പറ്റി. പിന്നെ കലാകാരനാകുക, എനിക്ക് അവസരങ്ങളൊക്കെ ആദ്യകാലത്തൊക്കെ ഇങ്ങനെ സിനിമയൊന്നും വരാണ്ടായപ്പോൾ പലരും നമ്മൾ വിളിക്കും, മാഷിൻ്റെ കൂടെ കിടന്നവരൊക്കെ അവിടെ എത്തി ഇവിടെ എത്തി, മാഷെത്തില്ല. അതിന് എൻ്റെ അമ്മ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്, അതൊന്നുമില്ല. ഈ ബൈബിളിൽ ഒരു വാചകമുണ്ട്, നിനക്ക് കിട്ടാത്തതിനെക്കുറിച്ച് നീ ഉത്കണ്ഠപ്പെടേണ്ട, നിനക്കുള്ളതാണെങ്കിൽ അത് അവിടെ ഉണ്ടാവും. അതാണ് വന്നത്. പിന്നെ അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ഗീതയിലുണ്ടല്ലോ ഇത്, കർമ്മണ്യവാധികാരസ്ഥയും ആ ഫലേഷു കഥാജന, കർമ്മം ചെയ്യുവിൻ ഫലം കിട്ടിക്കൊണ്ടിരിക്കും, അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. ഞാൻ ഇത്രയും കാലം ചെയ്തതാണ് ഇത് കർമ്മം, നമ്മുടെ കർമ്മമാണ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോഴും നാടകം, ഇപ്പോൾ ഇവിടെ സുഹൃത്ത് പ്രദീപ് നാരായണൻ ഒറ്റ വിളിക്കാൻ വരിക, എന്ത് തിരക്കുണ്ടെങ്കിലും നാടകത്തിന് നാടകത്തിൻ്റെ പേരും പറഞ്ഞ് എന്നെ വിളിച്ചാൽ അത് നാടകത്തിൽ അഭിനയിക്കാം, എഴുതാം, സംവിധാനം ചെയ്യാം, കഷ്ടം കെട്ടാം, മേക്കപ്പ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാൻ വിളിക്കാം, ഞാൻ വരും. അപ്പോൾ അത് നന്മ കൊണ്ടല്ലോ കേട്ടോ. അതിൻ്റെ തമാശ എന്താണെന്നറിയോ, അങ്ങനെ ഞാൻ മാത്രം നാടകത്തിൽ പോയി ഇങ്ങനെ അലഞ്ഞ് കഴിഞ്ഞ് തുടങ്ങാൽ പോരാ, എന്നെ പരിചയപ്പെടുന്ന അത് മുഴുവൻ പേരും നാടകത്തിൽ വരണം. സന്തോഷം എല്ലാ നാടകം എനിക്ക് സന്തോഷം തന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ ഇന്നലെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഈ നമനങ്ങാട് തിയേറ്റർ വില്ലേജിൻ്റെ ഈ ശങ്കരേട്ടൻ്റെ വെളിപാടുകൾ നാടകത്തിന് ഇന്നലെ രാത്രി നാടകം കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ 2 ദിവസമായിട്ട് ഒരു 10-12 സ്ഥലത്ത് നിന്ന് അന്വേഷണം വരികയാണ്, എൻ്റെ പ്രൊഫഷണൽ ട്രൂപ്പിന് വിളിക്കണമല്ലോ, അവിടെ ഒന്ന് കളിക്കാൻ പറ്റുമോ പക്ഷേ, അല്ലെങ്കിൽ അല്ലേ. ഇന്നലെ ഇപ്പോൾ നാടകം അഭിനയിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നടീനടന്മാരുടെ കൂടെ ആളുകളെല്ലാവരും സിനിമാ താരം നിർത്തിയല്ല, എന്നോട് കൂടി മാത്രം എല്ലാവരും കൂടി സെൽഫി എടുക്കും. ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന തൊഴിലുറപ്പ് പല പ്രത്യേകമില്ല, അതൊക്കെ പ്രദീപ് നാരായണൻ്റെ ഒരു കൗശലം കൂടിയുണ്ട്. ഇപ്പോൾ ഒരാൾ നാടകത്തിൽ വന്നാൽ നാടകത്തിൽ അഭിനയിപ്പിക്കാൻ പറയാൻ പറ്റും. എങ്ങനെ ഇന്ന് കളിക്കുന്ന വേദി അവതരണം തുടങ്ങാൻ എനിക്ക് അഭിനയിക്കാൻ പറ്റുമോ? ഇല്ല. പ്രദീപ് പറയും വന്നു കയറിക്കോ. അപ്പോൾ പ്രദീപിനൊരു ധൈര്യമുണ്ട്, മീനാജി അവിടെ സ്റ്റേജിലുണ്ടല്ലോ, വന്ന് കയറിയാൽ കളിക്കും. അതായത് ഇന്നലെ വന്നവരെ വരെ അദ്ദേഹം സ്റ്റേജിൽ കയറ്റി. അപ്പോൾ ധൈര്യമല്ല, അതൊരു കാഴ്ചപ്പാടാണ് നടക്കുമെന്ന്. കാരണം എന്താ, എല്ലാവർക്കും അറിയാം, വിഷയം പറഞ്ഞു കൊടുത്താൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മോളോട് ഒരു വിഷയം വേണം, അതിനൊരു സാമാന്യ ബോധം ഉണ്ടാവില്ല, അതിനനുസരിച്ച് വാചകം. അപ്പോൾ ഇന്നലത്തെ ഞങ്ങൾ അവതരണത്തിൻ്റെ പ്രത്യേകത അതുപോലത്തെ നാടകങ്ങൾ ഒരുപാട് പ്രേക്ഷകരിലേക്ക് പെട്ടെന്ന് എത്തണം, കമ്മ്യൂണിക്കേറ്റ്. കാരണം അവരുടെ വിഷയം കൂടിയാണല്ലോ, അവർക്കറിയാവുന്ന അനുഭവിക്കുന്ന വിഷയം കൂടി. അപ്പോൾ ഇന്നലെ അല്ല, ഇനി അത് പറയാൻ പറ്റില്ല. ഞങ്ങൾ ഇന്നലാണ് അന്താരാഷ്ട്ര വിഷയങ്ങളും ചർച്ച ചെയ്തു, അല്ല അതും ചർച്ച ചെയ്ത് സുനിത വില്യംസ് തിരിച്ചു വന്ന കാര്യം വരെ ഞങ്ങൾ ഇന്നലെ പറഞ്ഞു. അതാണ്. അപ്പോൾ എന്തും നമ്മളെ കേരളയിൽ പൊതുവെ അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്നവരോട് പറ്റും ഞങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ ഒരു കാഴ്ചപ്പാടാണ്, പുതിയ രീതിയാണ്.
ഇപ്പൊ നാടകം സിനിമയും അപ്പോൾ ഒരുമിച്ച് കൊണ്ടുപോകുന്ന വഴിയാണ്. അല്ല, നാടകം മുമ്പ്, സിനിമ പുറകെ. എന്നാലും രണ്ടും ഉണ്ട്. നാടകം ഇങ്ങനെ കൈനീട്ടി കൊടുത്തിട്ടുണ്ട് സിനിമക്ക് വരെ. ഏതൊക്കെയാണ് പുതിയ പ്രോജക്റ്റുകളൊക്കെ? പുതിയത് ഇനിയിപ്പോൾ ഇറങ്ങാൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റിയ ബിരിയാണി എന്ന് പറഞ്ഞ സിനിമയാണ്. ബിരിയാണിയുടെ സംവിധായകൻ സജിൻ ബാബുവിൻ്റെ തിയേറ്റർ, അതിൽ ഞാൻ പ്രധാന വേഷം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞു അങ്ങനെ 4-5 പടമുണ്ട്. പുതിയ ചെറുപ്പക്കാരുടെ കൂടെയൊക്കെയാണ്. ചെറുപ്പക്കാരുടെ കൂടെ അഭിനയിക്കുമ്പോൾ കുറച്ചും കൂടിയും ചെറുപ്പമായി എന്ന് തോന്നാറുണ്ടോ? അല്ല, അവരാണ് പറയുന്നത്. എന്നോട് പറയോ അപ്പോൾ പിന്നെ ആൾ പഠിച്ചില്ല അങ്ങനെ. അപ്പോൾ ഞാനതിന് പറഞ്ഞിട്ടുണ്ട്, അത് എന്താണെന്നറിയാമോ കാര്യം, നിങ്ങളെന്നും പോലെയല്ല, ഞാൻ വളരെ അടുക്കം ചുറ്റിയുള്ള ജീവിതക്കാരനാണ്. എങ്ങനെ എടുക്കുന്നത്? അപ്പോൾ അവർ അടുക്കം ചുറ്റി അപ്പോൾ എൻ്റെ ജീവിത രീതിയെല്ലാം കാണുന്നതല്ല. അത് എങ്ങനെ, നമ്മൾ കാലത്തെ ഒരു ഗ്ലാസ് പാല്, ഉച്ചയ്ക്ക് കാലത്തെ ഒരു ഗ്ലാസ് പാല്, 2 ബദാം, ഇച്ചിരി കുങ്കുമപ്പൂ, രാത്രിയാകുമ്പോൾ ഇച്ചിരി സ്വർണ്ണരച്ച് കഴിക്കുക. അങ്ങനെയാണ്. എവിടെ ഒരു ചിട്ടയിലാണ്ട് ജീവിക്കാൻ, മനസ്സിൽ നന്മ സൂക്ഷിച്ച് ജീവിക്കുക. അത് നമുക്ക് യൗവനം തരും. അങ്ങനെ അപ്പോൾ അവർക്കൊക്കെ സന്തോഷമാണ്. അപ്പോൾ ഒരുപാട് നല്ല പ്രോജക്റ്റുകളുമായിട്ട് ഇപ്പോൾ സിനിമയിൽ കൂടി ഇങ്ങനെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണെങ്കിലും ഒരു സിനിമയിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളത്. അല്ല, ഇപ്പോൾ അവരുടെ ചർച്ചകളിലൊക്കെ ഞാൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കഥാപാത്രം ഇന്ന ആളെ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വിളികളുണ്ട്. ഇനിയിപ്പോൾ 5 പടം 5 പടം ഇറങ്ങാനുണ്ട്. 4 പടത്തിലോളം കരാർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും സന്തോഷം സാക്ഷാൽ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാനുള്ളൊരു സിനിമ അടുത്ത ഷൂട്ടിങ് നമ്മൾ അതായിരിക്കും. മമ്മൂക്കയും ചേട്ടനും ഒരേ പ്രായമാണ്. ഇല്ല, അത് പറയില്ലല്ലോ. മമ്മൂക്ക എന്നേക്കാൾ ഒരു 2 വയസ്സെങ്കിലും മൂത്തായിരിക്കും. അതെ അതെ. അപ്പം അപ്പം അങ്ങനെ വരുന്നു. അതൊക്കെ ഒരു സന്തോഷം. അപ്പോൾ അങ്ങനെ സിനിമാ മേഖലയിലേക്ക് കൂടി സജീവമായിട്ട് ഇനിയും ഒരുപാട് സിനിമകൾ 110 വയസ്സ് വരെയാണ് പറഞ്ഞത് അല്ലേ സിനിമയിൽ ഉണ്ടാവുമെന്ന്. അപ്പോൾ 110 അല്ല, അതിനേക്കാട്ടിലും കൂടുതൽ സിനിമയിലൊക്കെ സജീവമായിട്ട് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ. ഇപ്പോൾ ഈ ചെയ്ത സിനിമകളിലെ ചേട്ടൻ്റെ മനസ്സിൽ ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഏതായിരുന്നു? ഇപ്പോൾ എല്ലാവരും ഫാലിന് എനിക്ക് ഇഷ്ടപ്പെട്ട, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പരിപാടിയെ കുറിച്ച് ഇഷ്ടപ്പെട്ടു. പക്ഷേ എങ്കിലും ഒറ്റ ഡയലോഗ് പോലും പറയാതെ ഒറ്റ നിമിഷം മാത്രം ഞാൻ വന്നുപോയൊരു സിനിമയാണ്, കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായി, രേഖാചിത്രം. മകൾ, അതായത് അയാൾ ജീവിച്ചിരുന്നത് കാണാതായ മകളെ കാത്തിരിക്കുന്ന ഒരാളാണ് ഇല്ലേ. അപ്പോൾ ഒരാൾ വരുന്നു, അയാൾ പാദസരം കാണിക്കുന്നു. ആ ഒരൊറ്റ നിമിഷം കൊണ്ട് അയാൾക്ക് മനസ്സിലാകുന്ന മകൾ ഇനി വരില്ല. ആ നിമിഷം അയാൾ മരിച്ചു പോകുന്നു. അപ്പോൾ അത് കാരണം ഇനി എനിക്ക് ജീവിക്കണ്ട, അല്ലെങ്കിൽ എൻ്റെ ഒരു ഡയലോഗ് പോലും അല്ല എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എവിടെ ചെല്ലുമ്പോഴും എല്ലാവരും ചോദിക്കുന്നത്, ഫാലിന് പറയും രേഖാചിത്രം നല്ല പെർഫോമൻസ് ആണ് കേട്ടോ. അല്ല, അത് ഒരു വല്ലാത്ത, എനിക്ക് ഒറ്റ ഡയലോഗ് ഇല്ലാണ്ട് അഭിനയിച്ച് ആ സിനിമ അല്ല കഥാപാത്രത്തിൻ്റെ മനസ്സിൽ സന്തോഷപ്പെട്ടിരുന്നു. അപ്പോൾ ഇനിയും അതുപോലെ ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ചേട്ടനെ തേടി എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അല്ല, അതുമാത്രം പോലെ ഞങ്ങളുടെയും ഞമനങ്ങാട് തിയേറ്ററിൻ്റെ നാടകങ്ങൾ കളിക്കാനുള്ള അവസരം ഇത് ഈ പ്രേക്ഷകരോട് പറഞ്ഞ ഈ നാടകങ്ങൾ ബുക്ക് ചെയ്യണം. നാടകങ്ങളിലേക്ക് വരാനുള്ള ഒരു അങ്ങനെയൊന്നുമില്ല. അല്ല, മാറ്റിവെച്ചെന്നല്ല, അതിനൊക്കെ ഞാൻ കൗശലത്തോടെ സമയം കണ്ടെത്തും, വരും. അപ്പോൾ ആ നാടകങ്ങൾ കളിക്കാനുള്ള അവസരം കൂടി, അത്തരം നാടകങ്ങൾ കളിക്കാനുള്ള അവസരങ്ങൾ കൂടി പ്രേക്ഷകരാണത് തരേണ്ടത് അല്ലേ. ഇതുപോലെ വീട്ടുമുറ്റത്തെ നാടകങ്ങളൊക്കെ സജീവമാക്കാനുള്ള ഒരു അവസരം കൂടി. എന്താണ് വിഷുവായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? വിഷുവായിട്ട് പറയാനുള്ളത് ഒന്ന്, വിഷു ഒരു നന്മ, തിന്മയെ ജയിച്ച നന്മയുടെ പശ്ചാത്തലങ്ങൾ. നമ്മുടെ മനസ്സിലെപ്പോഴും നന്മ ജയിക്കട്ടെ, നന്മയല്ലേ ജയിക്കേണ്ടത്. പക്ഷേ നമ്മുടെ കാലത്തിൻ്റെ ഗതികേടാകാൻ പലപ്പോഴും നന്മ അടിച്ചമർത്തപ്പെടുകയും തിന്മ വളരുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ലോകവും കാലവും ഒക്കെ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ പേടിപ്പെടുത്തുകയാണ്. പത്രം തുറക്കാൻ പേടിയാണ്. അപ്പം ഇന്നലെ പോലും, ഇന്ന് വരുന്ന പത്രത്തിൽ പോലും കാണുന്നു ഒരു 6 വയസ്സുകാരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു അല്ലേ. അത് 20 വയസ്സുള്ളവൻ പ്രതിയാകുന്നു. അപ്പോൾ അത്തരം വേദനിപ്പിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് ഈ സമൂഹവും കാലവും മാറട്ടെ. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ആഗ്രഹവും നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള പ്രവർത്തനവും വേണം. അതിന് നല്ലതാണ് കല, പ്രത്യേകിച്ച് നാടകം. ഒരു വാചകം കൂടി പറയാമല്ലോ അല്ലേ. അത് വേറൊന്നുമല്ല, നാടകം നന്മയുടെ കലാരൂപമാണ്. കേരളത്തിൻ്റെ ജയിലുകളിൽ പീഡനത്തിൻ്റെ പേരിലെയോ മോഷണത്തിൻ്റെ പേരിലെയോ കൊലപാതകത്തിൻ്റെ പേരിലെയോ അല്ലെങ്കിൽ പറ്റിപ്പ് കേസിൻ്റെ പ്രതിയായി ഒരൊറ്റ നാടകക്കാരനില്ല അല്ലേ. സിനിമ വരുന്നുണ്ട്,
രാഷ്ട്രീയത്തിൽ നിന്നുണ്ട്, വേറെ ഏതെല്ലാം ഉണ്ട്. മേഖലകളിലും അതാണ് നാടകത്തിന്റെ പ്രത്യേകത. പ്രത്യേകത. നാടകം നിന്നയുടെ കലാരൂപം, അത് നാടകം ഉണ്ടാകട്ടെ. അപ്പൊ നാടകം നിലനിൽക്കേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ കൂടി ഒരു ആവശ്യമായിട്ട് മാറുകയാണ് അല്ലേ? നല്ല അപ്പോൾ അതിന് മനുഷ്യരുണ്ടാകാൻ വേണ്ടി പ്രേക്ഷകർ നിങ്ങളും കൂടി ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ വിഷു, പുറകെ ഈസ്റ്റർ വരുന്നുണ്ട് കേട്ടോ. വരുന്നുണ്ട്. അപ്പോൾ അത് ഈസ്റ്ററിന്റെ ഈസ്റ്റർ കൂടെ അപ്പോൾ എൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസ. അപ്പൊ ചേട്ടാ, ഒരിക്കൽ കൂടി വിഷുദിന ആശംസകൾ. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വിഷു ഈസ്റ്റർ ആശംസകൾ. നന്ദി, നമസ്കാരം.